ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. മലപ്പുറം മമ്മാലിപ്പടിയിലും തൃശൂർ ചാവക്കാടുമാണ് വിള്ളൽ രൂപപ്പെട്ടത്. ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. കൂരിയാട് വിള്ളലിന്റെ വ്യാപ്തി വ്യക്തമാകാതിരിക്കാൻ നിർമ്മാണ കമ്പനി JCB ഉപയോഗിച്ച് റോഡ് പൊളിച്ചതായി നാട്ടുകാർ ആരോപിച്ചു. സംസ്ഥാനത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ രൂപപ്പെടുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. മലപ്പുറത്ത് എടരിക്കോട് മമ്മാലിപ്പടിയിലാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം അപകടം നടന്ന കൂരിയാടിന് സമീപമുള്ള പ്രദേശമാണ് മമ്മാലിപ്പടി. തൃശൂർ ചാവക്കാട് ദേശീയപാത 66ലും വിള്ളൽ കണ്ടെത്തി. നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്തെ മേൽപ്പാലത്തിന് മുകളിലാണ് റോഡ് വിണ്ടുകീറിയത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ വിള്ളൽ ടാറിട്ട് മൂടി. കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള ഇതിനെ ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് ഇതിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തണം. ഇത് പൊളിച്ചു പണിയണമെന്നാണ് ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത്. ചാവക്കാട് വിള്ളലിൽ തൃശൂർ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. ഇത് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. അതിനിടെ കൂരിയാട് ദേശീയപാതയിലുണ്ടായ തകർച്ചയുടെ വ്യാപ്തി മറച്ചുവെക്കാൻ അധികൃതർ ശ്രമിച്ചതായി നാട്ടുകാർ പറയുന്നു. ഇന്നലെ രാത്രി JCB ഉപയോഗിച്ച് റോഡിലെ ടാർ പൂർണ്ണമായും പൊളിച്ചതായാണ് ആരോപണം. ഇന്നലെ രാത്രിയിലെ ഇവർ നടത്തിയ സംഭവം, ഇവിടെ വിള്ളൽ സംഭവിച്ച ഇതിൻ്റെ മുകളിലുള്ള അവസ്ഥ കംപ്ലീറ്റ് JCB ഉപയോഗിച്ചിട്ട് അത് കംപ്ലീറ്റ് മായ്ച്ചു കളിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭിത്തികൾ തകർത്തിട്ടുമുണ്ട്. കാരണം വിദഗ്ധ ടീം ഇവിടെ പരിശോധനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഈ പരിശോധന മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തിട്ടുള്ളത്. ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി. മലപ്പുറം കോഹിനൂരിലെ KNRC ലിമിറ്റഡ് എന്ന നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്കാണ് പ്രതിഷേധം നടന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. സംഘർഷത്തിന് പിന്നാലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. മീഡിയ 1 കോഴിക്കോട്.